ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അൽഹംദുലില്ലാ, ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ നോമ്പ് 18ആയി. എത്ര പെട്ടെന്നല്ലേ, രണ്ടാമത്തെ 19 കഴിയാറായിട്ടുണ്ട്. അപ്പോ നോമ്പ് 18ഒക്കെ ആയ സ്ഥിതിക്ക് ഹയാസ് പ്ലീസ്, ഹയാസ് അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ നോമ്പ് 18ഒക്കെ ആയ സ്ഥിതിക്ക് നമ്മള് ചെറിയ രീതിയിലൊരു പർച്ചേസിങ്ങിന് ഇറങ്ങാൻ കേട്ടോ. പെരുന്നാളുടുപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നതാണ്. നമുക്ക് ഇന്നത്തെ പ്രിഫറൻസ് നമ്മുടെ 2 കുട്ടീസിനും ഡ്രസ്സ് എടുക്കാന്നുള്ളതാണ്. കാരണം ഹയാസിന് ഈ വീക്കില് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഹയാസിനെ കൊണ്ട് ഇടക്ക് പോയിട്ട് എടുക്കല് നടക്കില്ല. ഹയാസേ ഇക്കാക്കാന്ന് വിളിക്ക്, ഇക്കാക്ക. ഓക്കെ, അപ്പോ ഹയാസിനും ഹംനാക്കും ഡ്രസ്സ് എടുക്കണം എന്നാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. രാവിലെ ഇറങ്ങണം എന്നൊക്കെ ഓർത്താണ്. രാവിലെ കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളോട് പറയാനായിട്ടൊരു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാല്ലാ ഒന്ന് സെറ്റപ്പ് ആയിട്ട് നമ്മൾ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. അല്ലേ കാക? സെറ്റപ്പ് ആയിട്ട് പറഞ്ഞാ പോരെ? കാക വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പൊ രാവിലെ ഇറങ്ങണം എന്ന് ഓർത്ത്, അപ്പൊ രാവിലെ ആ പരിപാടിക്കൊക്കെ പോയതുകൊണ്ട് നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 3 മണി ഒക്കെ ആവാറായിട്ടുണ്ട്. 3 മണി ആവാറായില്ലേ? 1 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്ത്, 2 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്ത്, അങ്ങനെ ഓർത്തോർത്ത് ഞങ്ങളിപ്പോ 3 മണി ആവാറായിട്ടുണ്ട് ഇറങ്ങിയപ്പോ. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മുടെ മൂത്താപ്പാടെ മോന്റെ വീട്ടില് നമുക്ക് നോമ്പ് കുറയും കൂടിയാണ് കേട്ടോ. അപ്പൊ വേഗം പോയിട്ട് വേഗം വരണം. ആലുവയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആലുവയില് തോട്ടക്കാട്ടിൽ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കാം. നല്ലതാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തരേണ്ടതായിട്ട് വരും. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് പോണ സ്ഥലത്തുനിന്നൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു പ്ലാനിങ് ഇല്ല. കേറാ, കിട്ടണത് എടുക്കുക, ആ ഒരു പ്ലാനിങ്ങിലാട്ടോ പോണത്. അപ്പോ നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാം. അപ്പൊ നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ? ബസ് സ്റ്റോപ്പ് എത്തിയപ്പോ ആരെങ്കിലും അറിയണവരുണ്ടോ നോക്കി തന്നിട്ടാ. അപ്പോ നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ? പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എല്ലാം അടിപൊളിയായിട്ട് പറയാ. ഇന്നിപ്പോ ഹയാസിന് നോമ്പുണ്ട് കേട്ടോ. ഹയാസ് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നോമ്പ് പിടിപ്പിച്ചില്ല. ഇന്നലെ ശരിക്കും ഈ സാറ്റർഡേ സൺഡേ നോമ്പ് പിടിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്നലെ പറ്റില്ല. മിനിയാന്ന് ഹയാസിന് ചെറിയൊരു അലർജി ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഇന്നലെ നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞ. പിന്നെ എന്തായാലും നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഹംനാക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതാണ് ഹംന ഇങ്ങനെ തൂങ്ങി പിടിച്ചോളം ഇരിക്കുന്നുണ്ട്. ഹംന മിക്കവാറും ഇപ്പൊ തന്നെ ഉറങ്ങും. അപ്പൊ ഷട്ടപടേന്ന് പറഞ്ഞ് നമുക്ക് നേരെ പോയി ഡ്രസ്സ് എടുക്കുക, തിരിച്ചു വരണം. അധിക സമയമല്ല, ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചെത്തണം വീട്ടിലേക്ക്. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് കടയിൽ കയറിയിട്ട് കാണാം. ഏകദേശം ഒരു 2-3 മാസമൊക്കെ ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ, ആലുവ തോട്ടക്കാട്ടേരിയുള്ള ഈ ഒരു ലാമിയ ബേബി സ്റ്റുഡിയോ. അപ്പൊ എന്തായാലും ഡ്രസ്സ് എടുക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ ഹംനാക്ക് എന്തായാലും ഇവിടെ കയറി അങ്ങ് എടുക്കാന്ന് ഓർത്തു. ഹംനാക്ക് എന്ന് എടുത്തു പറഞ്ഞത് ഇവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ഹയാസിന് ഇപ്പൊ 7 വയസ്സായല്ലോ. ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സൈസ് ഹംനാക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ ഹംനാക്ക് പൊതുവേ ഈ ഒരു ഫ്രോക്ക് ടൈപ്പിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഒരു ബേബി അവിടെ ഒരു ഫ്രോക്കും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചതായിരുന്നു. അപ്പൊ വേഗം തന്നെ പുള്ളിക്കാരി അത് കൈ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ട്രയൽ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് എടുക്കാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ ഹംനാക്ക്. പക്ഷെ ഇക്കാക്ക് എന്തോ അതിനോട് വലിയ താല്പര്യമില്ല. ഇച്ചിരി തടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്ലീവ്ലെസ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഒരു പ്രായത്തിലാണല്ലോ അതൊക്കെ ഇടാൻ പറ്റുന്നത്. ഫ്രോക്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഹംനാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ ഹംനാക്ക് പറ്റിയത്. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഹയാസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹയാസിനാണെങ്കിൽ 12th ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഈ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളായിട്ട് ഇനി നടക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നോമ്പും കഴിയാറായിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമ്മുടെ പെരുന്നാളുമാണ്. ഹയാസ് നോമ്പ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ടയേർഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഷടപെടാന്ന് പറഞ്ഞ ഡ്രസ്സ് എടുക്കുകയും വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഹയാസിന്റെ ഡ്രസ്സ് എടുക്കാനുള്ള ഷോപ്പിന്റെ കൂടി ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ നമുക്ക് ഹയാസിന് വേണ്ട ഡ്രസ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പൊ എന്തായാലും ഹയാസിന്റെ ഡ്രസ്സ് എടുക്കലും ഷടപെടാന്ന് കഴിഞ്ഞു. ഹയാസിന് ഒരു
ഷർട്ടും ടീഷർട്ടും അതുപോലെ ഒരു ജീൻസ്, ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ ട്രയൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ആകെ ഈ ഒരേ പീസുകൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അത് ട്രയൽ ചെയ്തതും അത് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് തന്നെ ഫിക്സ് ചെയ്തു. ചെക്കനെ ഡ്രസ്സ് എടുക്കുമ്പോൾ എസ്പെഷ്യലി ജീൻസ് പാൻറ് ഐറ്റംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ആകെ ഒരു ചലഞ്ച് ആ ഒരു ഹിപ്പ് സൈസിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ജീൻസിന് ആ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റില്ല. പിന്നെ ദാ ഈ ഒരു BMW ഈ ഒരു 5 സ്ലീവിന്റെ ടീഷർട്ടുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഹയാസിന്. എന്തൊക്കെ പറഞ്ഞാലും ടീഷർട്ട് ഹയാസിന് നന്നായി ബോധിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തില് ഹംനാനെ കാര്യമായിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഹയാസിന്റെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ വന്നത് ആലുവ മാർക്കറ്റിന്റെ സൈഡിലുള്ള ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ. നക്ഷത്ര ജ്വല്ലറിക്കില്ലേ ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല കസ്റ്റമർ സർവീസ് ആണ്. പെട്ടെന്ന് ആളുകൾ ഡ്രസ്സ് എടുത്തിട്ട് ബില്ല് ചെയ്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ റഷ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറന്നുള്ളതുകൊണ്ട് തന്നെ വേഗം ഇനി വീഡിയോ പിടിക്കാനാണ് പ്ലാൻ. അപ്പൊ ഇതേ നമ്മളുണ്ടല്ലോ ഹയാസിനുള്ള ഡ്രസ്സ് മാത്രമാണ് എടുത്തേക്കുന്നത്. ആദ്യം ഹംനാക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ നിന്ന് കുറെ കളക്ഷൻ ഉണ്ട്. ഹംനാക്കുള്ള സൈസൊന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ ഹംനാക്ക് എടുക്കൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു കടയൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇതുവരെ അങ്ങനെ കിട്ടിയ ചരിത്രമില്ല. വല്ലപ്പോഴും പെട്ടെന്ന് കയറി സ്ട്രൈക്ക് ആവണതായിരിക്കും കിട്ടുന്നത്. ഒരെണ്ണം ഇഷ്ടമായിട്ടോ, ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്റെ സൈസ് ഇവർക്ക് സെറ്റ് ആയില്ല, ഒരു കോട്ട് സെറ്റിന്റെ. അപ്പൊ ഹയാസിന് നമ്മള് ആലുവയിലെ മാർക്കറ്റിന്റെ അവിടെ വന്നിട്ട് ഔട്ട്ലുക്ക് എന്നാണ് ഷോപ്പിന്റെ പേര്. അവിടെ വന്നിട്ട് നമ്മളൊരു ഡ്രസ്സ് എടുത്തു. ഒന്നല്ല, ഹയാസിന് ഒരു ബാഗി ജീൻസും ഒരു ഷർട്ടും ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ടീഷർട്ട് അടിപൊളിയല്ലേ ഹയാസിന്റെ? BMW എന്നൊക്കെ എഴുതിയ ടീഷർട്ടാണ് എടുത്തേക്കുന്നത് 5 സ്ലീവിന്റെ. അപ്പോ ഡ്രസ്സ് എടുക്കല് ഏതാണ്ട് ഇതുവരെയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരെ പോണത് ടയർ ഇടാൻ വേണ്ടിട്ടല്ലേ, നമ്മുടെ ഒമിനിയുടെ ടയർ എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ ഇനി എന്തായാലും ഹംനാക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കുന്നില്ല. ഇൻഷാല്ലാ അടുത്ത ദിവസമായിരിക്കും അല്ലേ. ഇനി നമുക്ക് ഞാൻ അവിടെ ഫോൺ വെച്ച് കാണാൻ പറ്റില്ലല്ലേ, സോറി ട്ടാ. അപ്പൊ ഇൻഷാല്ലാ എന്തായാലും ഹംനാക്കുള്ള ഡ്രസ്സ്, ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ കുറച്ച് സമയമുണ്ട്. ഹയാസിനാണ് മെയിൻ ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റാത്തത്. ഇനി ഹയാസ് പോയി കഴിയുമ്പോൾ, അതായത് മീൻസ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും ഇട ദിവസം ഹംനാക്ക് ഞങ്ങൾക്ക് പോയി എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടി വിശേഷങ്ങള്. അപ്പൊ ഇതൊരു നമ്മുടെ കുട്ടി വ്ളോഗാണ്. വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഹയസ്, ടാറ്റാ, ബൈ ബൈ, സീ യു.